നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഊരകം സഞ്ജീവനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് ദേശീയ സേവാഭാരതി കേരളം നൽകിയ വാഹനത്തിന്റെ സമർപ്പണം നടത്തി. പുതിയ ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനത്തിന് ചടങ്ങിൽ തുടക്കം കുറിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA-യുടെ 15ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. തൃപ്രയാർ കോർണിഷ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. വാർത്തകൾ വിശദമായി. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പരിപാടികളുടെ ഉദ്ഘാടനം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് നിർവഹിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം എൻ്റെ വിവാഹം കഴിഞ്ഞു കൊണ്ടുവന്ന അവസരത്തിൽ തന്നെ ഇവിടെ 7 ദിവസം പരിപാടികൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാം കാണാൻ വരാറുണ്ട്. നല്ല നാടകങ്ങളും തിരുവാതിരക്കളിയും ഡാൻസും അങ്ങനെ പരിപാടികളായിട്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ നടത്താറുണ്ട്. ഇപ്പോഴും അത് തുടരുന്നു. തേവരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ വേദിയിലെ തിരുമേനിമാരുണ്ട്, അധ്യക്ഷൻ, വാർഡ് മെമ്പർ, മറ്റിതിൻ്റെ ഭാരവാഹികളെ എന്നോട് ഇതിന് ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, തിരുമേനി ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്യണത് ശരിയാണോ? പക്ഷെ തിരുമേനി പറയുന്നു അത് പ്രസിഡന്റ് തന്നെ ചെയ്യണം എന്ന്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതെനിക്ക് സാധിച്ചു. പ്രത്യേകം ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണിത്. എന്തായാലും നമ്മുടെ ശിവരാത്രി നല്ല രീതിയിൽ നമ്മുടെ നാടിൻ്റെ ഉത്സവമായിട്ട് നമുക്ക് എല്ലാവർക്കും കൊണ്ടാടണം. അതിനുള്ള അനുഗ്രഹം ശിവഭഗവാൻ നമുക്കെല്ലാം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്ക് നല്ല കാലാവസ്ഥയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജീവ് കണാറ അധ്യക്ഷനായി. അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച്, ആഘോഷങ്ങളെ സംബന്ധിച്ച് എല്ലാം തന്നെ ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകൾക്കും സുപരിചിതമാണ്. ഒട്ടും കുറയാത്ത തരത്തിൽ എല്ലാ പൂര ആഘോഷ കമ്മിറ്റികളും കാവടി സമാജങ്ങളും എല്ലാം തന്നെ അവരവരുടെ നിലക്കനുസരിച്ചുള്ള ഏറ്റവും ഭംഗിയായിട്ടുള്ള ചിട്ടയോടുകൂടി ഈ ശിവരാത്രി ആഘോഷം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആയതിൻ്റെ ആരംഭം എന്നുള്ള നിലയ്ക്ക് ഈ ക്ഷേത്രത്തിലെ കൊടിയേറ്റ ദിവസം നമ്മൾ ആരംഭിക്കുന്ന ഈ ഗ്രാമത്തിലെ തന്നെ മുഴുവൻ ആളുകളുടെയും സർഗാത്മകത വിളിച്ചോതുന്ന തരത്തിലുള്ള സ്റ്റേജ് പരിപാടികൾ നമ്മൾ കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചു പോരുകയാണ്. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി, അരുൺ നമ്പൂതിരി, സന്തോഷ് അയിനിക്കുന്നത്ത്, വാർഡ് മെമ്പർ സനൂപ് കരുകയിൽ, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ER ജയചന്ദ്രൻ, സുഭാഷ് കറുകയിൽ, അരവിന്ദാക്ഷൻ കർത്താവ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആനക്കല്ല് നൃത്താത്മ നാട്യകലാക്ഷേത്രം അവതരിപ്പിച്ച നൃത്തോത്സവം അരങ്ങേറി. ഊരകം സഞ്ജീവനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് ദേശീയ സേവാഭാരതി കേരളം നൽകിയ വാഹനത്തിന്റെ സമർപ്പണം നടത്തി. പുതിയ ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനത്തിന് ചടങ്ങിൽ തുടക്കം കുറിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് ശാന്തിമഠം ആയുർവേദയുടെ സഹകരണത്തോടെ കേരള സേവാശക്തി ഫൗണ്ടേഷനാണ് വാഹനം സമർപ്പിച്ചത്. കുമാരി വൈഗ ദിനേശ്, കുമാരി നിവേദി എന്നിവർ പ്രാർത്ഥനാഗീതം ആലപിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് വാഹന സമർപ്പണം ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ ഒത്തിരി അവാർഡുകൾ മേടിച്ച് ചേർപ്പ് പഞ്ചായത്തിൽപ്പെട്ട ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു.
അതിലുള്ള അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സഞ്ജീവനി സമിതിയുടെ മറ്റൊരു മുഖം കാരുണ്യത്തിന്റെ മുഖമാണ്. ഇവിടെ ഡയാലിസിസ് സെന്റർ നടത്തി വരുന്ന 3 മിഷനുണ്ട്. ഇനിയുടെ 3 മിഷനും കൂടി ഇവിടെ വന്ന് 6 മിഷനിലായി മിഷൻ ഒരു 10 പേർക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാനുള്ള സാഹചര്യം 10-ൽ കൂടുതൽ പേർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ സഞ്ജീവനി സമിതിയെ എത്ര അഭിനന്ദിച്ചാലും പോരായി വരും. അതോടൊപ്പം തന്നെ പുതിയൊരു വേർഷൻ, അതായത് പാലിയേറ്റീവ് കെയർ വാഹനം, പാലിയേറ്റീവിന്റെ ഒരു പരിപാടി അത് ഇവിടെ ഇന്ന് സമർപ്പണം ചെയ്യുകയാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തില് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പാലിയേറ്റീവ് ഉണ്ടെങ്കിലും 10,70,000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പാലിയേറ്റീവ് സെന്ററിൽ നമ്മുടെ ഇതിലെ ഒരു നഴ്സിന്റെ സേവനം മാത്രമേ നമുക്ക് ഇവിടെയുള്ളൂ. കൂടുതൽ സേവനം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നതിൽ വളരെ സന്തോഷം. അതിന് നേതൃത്വം നൽകിയ സഞ്ജീവനി സമിതിയെ ഏറ്റവും കൂടുതലായിട്ട് അഭിനന്ദിക്കുന്നു. ദേശീയ സേവാഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ വി രാജീവ് ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. അത് 11 രൂപ സേവനം ചെയ്യുന്നുള്ള സമൂഹത്തിന്റെ ഒരു ഉറപ്പുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഇന്നുവരെ അത് വ്യതിചലിക്കാനോ അതേപോലെ തന്നെ അതിലൊരു തരിമ്പ് പോലും വെള്ളം ചേർക്കാനോ ഇന്ന് സേവാഭാരതിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഓരോ ഗ്രാമാന്തരങ്ങളിലും അതിന് നേതൃത്വം കൊടുക്കുന്ന കാര്യകർത്താക്കളുടെ ഇച്ഛാശക്തിയാണ് ഇന്ന് സേവാഭാരതിക്ക് ഇത്രയും സാമൂഹ്യപരമായ അംഗീകാരവും ആദരവും നേടിക്കൊണ്ട് കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നു. നമുക്ക് ഇന്ന് കഴിഞ്ഞ ആഗസ്റ്റിൽ ആരംഭിച്ച ഡയാലിസിസിന്റെ പ്രവർത്തനം ഇതുവരെ 500-ലധികം ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് നമ്മൾ നൽകി. വലിയൊരു പ്രവർത്തനമാണ് സഞ്ജീവനി സമിതിയുടെ ഭാഗത്തുണ്ടായത്. കേരള സോൾവെന്റ് എക്സ്ട്രാക്ഷൻസ് ലിമിറ്റഡ് ഇരിങ്ങാലക്കുടിയാണ് ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്തത്. പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് അച്യുതൻ അധ്യക്ഷനായി. ചേർപ്പ് CNN ബോയ്സ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ ഗിരീഷ് ഡയാലിസിസ് സഹായം നൽകി. കേരള സോൾവെന്റ് എക്സ്ട്രാക്ഷൻസ് ലിമിറ്റഡ് ഇരിങ്ങാലക്കുട ജനറൽ മാനേജർ അനിൽ, പാലിയേറ്റീവ് കെയർ സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ, സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ റിഷിൻ സുമൻ, പാലിയേറ്റീവ് കെയർ ട്രഷറർ KR ദേവദാസൻ എന്നിവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA-യുടെ 15ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. തൃപ്രയാർ കോർണിഷ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് നടന്ന ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഉപജീവനം കഴിക്കുന്ന ഞാനും നിങ്ങളും അടക്കം ടെലിവിഷൻ കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ വാർത്ത കാണാൻ നമ്മുടെ വീട്ടിലെ ടെലിവിഷൻ മുമ്പിൽ പോയിരിക്കാറുണ്ടോ? നമ്മൾ നമ്മുടെ പ്രോഗ്രാമുകൾ കാണാൻ ടെലിവിഷൻ മുമ്പിൽ പോയിരിക്കാറുണ്ടോ? നമ്മളെല്ലാം നമ്മുടെ മൊബൈൽ ഫോണുകളിലാണ് അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് ലുലു മാളിൽ സന്ദർശനത്തിന് വന്ന ഒരു കൊച്ചുകുട്ടിയും യൂസഫലിയും തമ്മിലുള്ള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഒരുപാട് കളിപ്പാട്ടങ്ങൾ നിൽക്കുന്ന ഒരു വേദിയുടെ മുമ്പിൽ നിന്ന് യൂസഫലി ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ്സ് എടുത്തു. ആ കുട്ടി ടോയ്സിലേക്കല്ല വിരലിച്ചുകൊണ്ടിരുന്നത്. 3 വയസ്സുള്ള കുട്ടി അത് ഇപ്പുറത്തെ ഫ്രെയിമിൽ ഉണ്ടായിരുന്ന ഐഫോണിലേക്കാണ് വിരലിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? യൂസഫലി ആയതുകൊണ്ട് ഐഫോൺ വാച്ച് അപ്പോഴേ കൊടുക്കുന്നു. എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു ആ പടം. അതാണ് 2K ജെൻസിയുടെ കാഴ്ചപ്പാട്. 2000-ന് ശേഷം വന്ന തലമുറയുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളുടെ സൂചനയാണ്. ഏറ്റവും മികച്ച അടുത്ത ഉദാഹരണമാണ് ആ 3 വയസ്സുള്ള കുട്ടി. ആ കുട്ടിയുടെ കൺമുന്നിൽ നിരന്നു നിരുന്ന 100 കണക്കിന് മികച്ച നിലവാരമുള്ള കളിപ്പാട്ടങ്ങൾക്ക് പകരം അത് തൊട്ടപ്പുറത്തെ അലമാരിയിൽ നിന്ന് ഐഫോണിലേക്ക് വിരച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ തലമുറയുടെ മാറ്റമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷനായി. മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റർ റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KV രാജൻ, പ്രജേഷ് അച്ചാണ്ടി, കേരളവിഷൻ MD ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സമ്മേളനം ബുധനാഴ്ച സമാപിക്കും.
അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. പഞ്ചായത്തിലെ 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ വികസന പദ്ധതികളുടെ ഭാഗമായാണ് കുട്ടികൾക്കായി നീന്തൽ പരിശീലന ക്യാമ്പ് ഒരുക്കിയത്. തീവണ്ടി കുളത്തിന് സമീപം നടന്ന ചടങ്ങിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുളത്തിൽ വീണ് ഇനി ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഈ നീന്തൽ പരിശീലനത്തിനുള്ള ഫണ്ട് വെച്ചത്. നമുക്കറിയാം, ഓരോ കുട്ടികളും നമ്മൾ ഓരോ ദിവസവും പത്രത്തിൽ നോക്കുമ്പോൾ 2 കുട്ടികൾ മുങ്ങി മരിച്ചു, ഒരു കുട്ടി മുങ്ങി മരിച്ചു എന്നുള്ള ഒരു വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ പഞ്ചായത്തിലുള്ള കുട്ടികൾക്ക് സംഭവിക്കാതിരിക്കാൻ ഇവരെ എല്ലാം നീന്തൽ പഠിപ്പിക്കും. 8 വയസ്സ് മുതലുള്ള ഏത് കുട്ടിക്കും വന്ന് ഇവിടെ നീന്തൽ പഠിക്കാൻ സൗജന്യമായിട്ടാണ് പഞ്ചായത്ത് 1,68,000 രൂപ ഇതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷനായി. വാർഡ് മെമ്പർ ജീസൻ റപ്പായി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രശ്മി ബൈജു, വാർഡ് മെമ്പർമാരായ ജോയ് പയ്യപ്പള്ളി, ശ്രീദേവി സന്തോഷ്, സിമി പ്രദീപ്, റൂബി ജോൺസൺ, വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ദേശീയ നീന്തൽ താരവും മുങ്ങൽ വിദഗ്ധനുമായ CR രാജൻ കുട്ടികൾക്ക് നീന്തലിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. കുട്ടികൾക്കൊപ്പം അദ്ദേഹം കുളത്തിലിറങ്ങി പരിശീലനത്തിന് തുടക്കം കുറിച്ചു. ചേർപ്പ് ചേനം തരിശുപടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു കൊയ്ത്തുത്സവം നടന്നത്. ബിഗ് ബോസ് താരം TA അനീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും കർഷകരാണ് എങ്കിൽ കൂടെ എന്റെ ഒരു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല, ആ പ്രോട്ടോകോൾ അനുസരിച്ച്. എനിവേ, ഒരുപാട് എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ 2 കാര്യങ്ങളാണ് ബിഗ് ബോസിന്റെ ഓഡീഷൻ ഘട്ടങ്ങളിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന്, കോടന്നൂർ എന്ന ഒരു കാർഷിക ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കർഷകനാണ് ഞാൻ എന്നാണ് ആദ്യത്തെ എന്റെ പോയിന്റ് ആയിരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, കോടന്നൂരിൽ തന്നെ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലാണ് രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓഡീഷൻ ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ടൈം ഇങ്ങനെ കൃഷിയെ കുറിച്ചും എന്ത് കൃഷിയാണ് കോടന്നൂര് എന്ന് പറയുന്ന ഗ്രാമത്തെ കുറിച്ച് ഒരുപാട് അവര് ഇങ്ങനെ വാതോരാതെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രാമത്തില് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പാർലം പഞ്ചായത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇത് ഒരു കാർഷിക ഗ്രാമമാണ്. മനക്കൊടി കായലിന്റെ ഓരത്താണ് കോടന്നൂരുള്ളത്. അവിടെ തൃശ്ശൂരിൽ പെയ്യുന്ന മഴവെള്ളം മുഴുവൻ സംഭരിക്കുന്ന, ആദ്യം സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു ഏരിയ ആണ് ഞങ്ങളുടെ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ അവരത് വളരെ താല്പര്യപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ അംഗം CK വിനോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിപ്പുറം ഡിവിഷൻ അംഗം മിനി വിനയൻ, പാറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ CM ഷക്കീർ, ചേർപ്പ് പാറളം കൃഷി ഓഫീസർമാരായ S ഹർഷിത, ഡോക്ടർ ഡിറ്റി മരിയ ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിൽ ചോതിനക്ഷത്രം ആറാട്ട് ഉത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രി ഞാറയ്ക്കൽ, മേൽശാന്തി കലേഷ് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പകൽപൂരത്തിൽ 3 ആനകൾ അണിനിരന്നു. തുടർന്ന് വെടിക്കെട്ടും വർണ്ണമഴയുമുണ്ടായി. രാത്രി 3 ആനകളോടെ ആറാട്ടെഴുന്നള്ളിപ്പ് നടന്നു. പൂത്താലങ്ങളോടെയും വാദ്യമേളങ്ങളോടെയുമായിരുന്നു ആറാട്ടെഴുന്നള്ളിപ്പ് നടന്നത്. എഴുന്നള്ളിപ്പിന് ശേഷം ആറാട്ടും നടന്നു. ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പുസ്തകങ്ങളുടെ എടത്തിരുത്തി പഞ്ചായത്ത് തല വിതരണം നടത്തി. ET ടൈസൺ MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പുസ്തക വിതരണം ചെയ്തത്. കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ നടന്ന ചടങ്ങ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി അധ്യക്ഷനായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാജിദ അഷ്റഫ്, സുധീഷ് മാഞ്ചാക്കൽ, TS സജീവൻ, TN അജയ്കുമാർ, NC പ്രശാന്ത്, KA കൊച്ചുമോൻ, MM പ്രതാപൻ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,475 രൂപ.
പവന് 1,15,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഊരകം സഞ്ജീവനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് ദേശീയ സേവാഭാരതി കേരളം നൽകിയ വാഹനത്തിന്റെ സമർപ്പണം നടത്തി. പുതിയ ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനത്തിന് ചടങ്ങിൽ തുടക്കം കുറിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA-യുടെ 15ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. തൃപ്രയാർ കോർണിഷ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.